നമ്മുടെ നാട്ടിലെ കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും വലിയൊരു കൈത്താങ്ങാകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF കൃഷിപ്പണിക്ക് ശേഷം വിളവുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനും അവ വിപണിയിൽ എത്തിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണിത്. വെറും ഒരു ലോൺ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഇതിൽ പലിശയിളവും സർക്കാരിന്റെ ഗ്യാരണ്ടിയുമുണ്ട്. ഇത് എങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വിളവെടുക്കും. പക്ഷെ അത് സൂക്ഷിച്ചു വെക്കാൻ നല്ലൊരു ഗോഡൌണോ അല്ലെങ്കിൽ തണുപ്പിച്ച് വെക്കാനുള്ള കോൾഡ് സ്റ്റോറേജോ ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. ഈ അവസ്ഥ മാറാനാണ് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത്. നിങ്ങൾ ഒരു കർഷകനോ അല്ലെങ്കിൽ കർഷക ഉൽപാദക സംഘമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതി വഴി 2 കോടി രൂപ വരെ വായ്പയെടുക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം പലിശയിൽ ലഭിക്കുന്ന 3% ഇളവാണ്. അതായത് ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നിരക്കിൽ നിന്ന് 3% കുറവ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് 7 വർഷം വരെ ഈ ഇളവ് തുടരും. കൂടാതെ 2 കോടി വരെയുള്ള വായ്പകൾക്ക് പ്രത്യേകിച്ച് ഈട് അഥവാ സെക്യൂരിറ്റി നൽകേണ്ടതില്ല. അതിന് സർക്കാർ തന്നെ ഗ്യാരണ്ടി നിൽക്കും. ഇനി ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് നോക്കാം. വ്യക്തിഗത കർഷകർക്ക് അപേക്ഷിക്കാം. കൂടാതെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, കർഷക ഉൽപാദക സംഘടനകൾ അഥവാ FPOകൾ, സ്വയം സഹായ സംഘങ്ങൾ, സംയുക്ത ബാധ്യതാ സംഘങ്ങൾ എന്നിവർക്കെല്ലാം ഇതിന്റെ ഭാഗമാകാം. പുതിയ കാലത്തെ അഗ്രിടെക് സ്റ്റാർട്ടപ്പുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. കൃഷി അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ഇനി പറയുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന. ഉദാഹരണത്തിന് വിളവുകൾ ഉണക്കാനുള്ള ട്രയറുകൾ, തരംതിരിക്കാനുള്ള സോർട്ടിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, ശീതീകരണ സൗകര്യമുള്ള വാനുകൾ, ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സിലോകൾ എന്നിവ നിർമ്മിക്കാൻ ഈ തുക ഉപയോഗിക്കാം. കൂടാതെ ജൈവവളം നിർമ്മാണ യൂണിറ്റുകൾ, സ്മാർട്ട് അഗ്രികൾച്ചർ ഉപകരണങ്ങൾ വാങ്ങുക എന്നിവയ്ക്കും ഈ ലോൺ ലഭിക്കും. ചുരുക്കത്തിൽ കൃഷി ഒരു ബിസിനസ്സായി വളർത്താൻ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഈ പദ്ധതി വഴി പണം കണ്ടെത്താം. അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനായി അവിടെ ഇവിടെയൊന്നും ഓടി നടക്കേണ്ടതില്ല. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അഗ്രി ഇൻഫ്ര എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയാണ് ഇത് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, സ്ഥലത്തിന്റെ രേഖകൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ ലഘുവിവരം അഥവാ പ്രൊജക്ട് റിപ്പോർട്ട് എന്നിവ കൈവശം വെക്കണം. പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊജക്ട് അപ്ലോഡ് ചെയ്യാം. സർക്കാർ ഇത് പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിൽ നിന്നും ലോൺ തുക അനുവദിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പലരും കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെയാണ് അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ സംരംഭം എങ്ങനെ ലാഭകരമാകും എന്ന് വ്യക്തമായി റിപ്പോർട്ടിൽ ഉണ്ടാകണം. അതുപോലെ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണം. ബാങ്കിൽ സിബിൽ സ്കോർ മോശമാണെങ്കിലും ലോൺ കിട്ടാൻ പ്രയാസമാകും. പഴയ കുടിശ്ശികകൾ ഉണ്ടെങ്കിൽ അത് തീർത്ത ശേഷം അപേക്ഷിക്കുന്നതാണ് നല്ലത്. പലിശയടവ് ലഭിക്കണമെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തണം എന്ന കാര്യവും മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, സർക്കാരിന്റെ നിയമങ്ങൾ ഇടയ്ക്കിടെ മാറാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ബാങ്കിലോ നേരിട്ട് പോയി നിലവിലെ അപ്ഡേറ്റുകൾ ചോദിക്കണം. 2026 പുതിയ ബജറ്റ് പ്രകാരം ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക പോർട്ടലിലെ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക.